എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? ഓണത്തിന് സദ്യക്ക് പായസമില്ലാതെ എന്താഘോഷം? വലിയ പ്രതീക്ഷയൊന്നുമില്ല. വീട്ടിലൊരു വാശിപ്പുറത്ത് ഞാൻ ഏറ്റെടുത്തതാണ് ഓണത്തിന് പായസം ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞത്. വലിയതായിട്ട് എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പാലട മിക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും പായസം ഉണ്ടാക്കാൻ പോണേല്ലേ. പായസത്തിനായിട്ട് ഞാൻ 2 ലിറ്റർ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അമൂലിന്റെ പാലായിരുന്നു, പിന്നെ പാലട മിക്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 2-2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരമലൈസ് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാൽ ഞാൻ ചുമ്മാ പറയാം എന്താ സംഭവം. ജസ്റ്റ് നമ്മുടെ പഞ്ചസാര ഒന്ന് ചൂടാക്കി എടുത്ത് ജസ്റ്റ് ഒന്ന് കളർ മാറ്റി എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നല്ല ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കട്ടി പിടിക്കും. എന്നാലും വെള്ളം ചൂടാവുമ്പോൾ ആ ചൂടിൽ അത് നല്ലോണം അലിഞ്ഞു പൊക്കോളൂ കേട്ടോ. അതൊന്ന് നല്ലോണം അലിഞ്ഞതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഈ പറയുന്ന നമ്മുടെ പാല് എടുത്ത് ഒഴിച്ചു കൊടുത്തു. 2 ലിറ്റർ പാലും ഒഴിച്ചു. ഇച്ചിരി വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളൂ, അധികം വെള്ളം ഞാൻ ചേർത്തിട്ടില്ല. അധികം വെള്ളം ചേർക്കാണ്ടിരിക്കണതാണ് കേട്ടോ ഏറ്റവും നല്ലതും. അപ്പോൾ പാലയുടെ സൈഡിൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും നമ്മുടെ മുന്തിരിയും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. പാല് സൈഡിൽ തിളച്ച് വരുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ 2 അണ്ടിപ്പരിപ്പ് അകത്താക്കി. അത് പിന്നെ അങ്ങനെയാണല്ലോ. പാല് തിളച്ച് വരുമ്പോഴത്തേനും സൈഡിൽ ഇങ്ങനെ പാട കെട്ടൂലേ, ആ പാടയും കൂടി എടുത്ത് നമ്മൾ ഈ പാലിലോട്ട് അങ്ങോട്ട് ഇട്ട് ഇളക്കണം കേട്ടോ. പാത്രത്തിന്റെ സൈഡിലത്തെ പാട മൊത്തം എടുത്ത് ഇളക്കി ആ പാലിലേക്ക് അലിയിപ്പിക്കണം കേട്ടോ. അപ്പൊ കുറച്ചുകൂടി കട്ടി കിട്ടും പാലിന്. കട്ടിയോടൊപ്പം തന്നെ നല്ലോണം കുറുകി വരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മുടെ പാലട മിക്സ് ഇട്ടിട്ട് നല്ല പോലെ തിളപ്പിക്കുക. എന്നിട്ട് ഞാൻ പഞ്ചസാര ഉണ്ടോ എന്ന് നോക്കണായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എന്റെ മനസ്സ് മൊത്തം പാളിപ്പോയി. ഞാൻ വിചാരിച്ചു കയ്യിൽ നിന്ന് പോയിന്ന്. അത്രയ്ക്ക് കൊള്ളൂലായിരുന്നു ടേസ്റ്റ്. പക്ഷേ ഞാൻ ട്രസ്റ്റി പ്രോസസ് എന്ന് പറയുന്ന സംഭവം വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂസ് നല്ലോണം തിളപ്പിച്ചുകൊണ്ടിരുന്നു. നല്ലപോലെ അട വേവണ വരെ തിളപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. എന്നെ കൊണ്ട് പറ്റിയില്ല അത് തുറക്കാനായിട്ട്. എന്തോ നമ്മൾ തുറക്കരുത് എന്നുള്ള രീതിയിലേക്കാണ് അവർ അടച്ചു വെച്ചിരുന്നത്. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് ചേട്ടൻ്റെ അടുത്തൊക്കെ പോയിട്ടാണ് കേട്ടോ അതൊന്ന് തുറന്നു കിട്ടിയത്. എന്നിട്ടൊന്നുമില്ല, കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുള്ളൂ ഞാൻ. കാരണം പാലട മിക്സ് ഓൾറെഡി നല്ലോണം മധുരം ഉണ്ടായിരുന്നു. ആ മിൽക്ക് മെയ്ഡ് ഒഴിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. എന്നിട്ടാണ് ലാസ്റ്റാണ് ഞാൻ അട വെന്തോ എന്ന് നോക്കാനായിട്ട് നിന്നത്. അട ആ സമയത്ത് അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. പാല് ഈ കാണുന്ന പോലെ തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചോ കാഷ്യൂനട്ടും ഈ പറയുന്ന കിസ്മിസും എടുത്തിട്ടു കേട്ടോ. എക്സ്ട്രാ നെയ്യ് ഒന്നും ആഡ് ചെയ്തില്ല. എന്നിട്ട് നല്ലോണം നല്ല രീതിക്ക് കുറുകിയിട്ടുണ്ടായിരുന്നു ആ സമയമായപ്പോഴത്തേനും. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ശരിക്കും ട്രസ്റ്റ് ദി പ്രോസസ് എന്ന് പറയുന്നത് ഞാൻ ഫീൽ ചെയ്തു ഒരു പായസം ഉണ്ടാക്കിയപ്പോഴത്തേനും. അങ്ങനെ ഞാൻ സെർവ് ചെയ്തു കേട്ടോ. വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നല്ല കുറുകിയാണ് പായസം ഉണ്ടാക്കിയെങ്കിലും അത് തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ലപോലെ കട്ടി പിടിച്ചായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ മനസ്സ് ഒന്നും കൂടി പാളിയെങ്കിലും പേടിക്കണ്ട എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് കുറച്ച് പാല് തിളപ്പിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പൊ ഒന്നും കൂടി സെറ്റ് ആയിട്ട് കിട്ടും. പായസം കട്ടി പിടിച്ചാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ചെയ്താൽ മതി. പായസത്തിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ബൈ.